ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കൽത്തുറങ്കലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കൽത്തുറങ്കിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കന്യാസ്ത്രീമാരെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടു പോവുകയും അതിനുശേഷം ഈ മനുഷ്യക്കടത്ത് നടത്തി അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം നടത്തി ക്രിസ്ത്യൻ മതവിഭാഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ്, മതപരിവർത്തനം നടത്താനാണ് ഈ 2 പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ടു പോരുന്നത് എന്നെല്ലാം പറഞ്ഞുള്ള ആരോപണത്തിൻ്റെ പിന്നിൽ ഇവരെ 2 പേരെയും ജയിലിലടയ്ക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. ഇത് ഇന്ത്യ രാജ്യത്താണ് നടക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാഷ്ട്രമായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്താണ് 2 കന്യാസ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ക്രൂരമായ വേട്ടയാടലുകൾക്ക് വിധേയമാകേണ്ടി വന്നതെന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്? എത്ര മോശപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയുകയാണ്. ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി, ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ, ഏരിയ പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ തങ്കം, സുമന സുഗതൻ, ഷേർലി ദിലീപ്, ഷീജ സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.